പ്ലസ് വൺ സീറ്റ് അധിക ബാച്ച് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KSU DD ഓഫീസ് ഉപരോധിക്കുകയാണ്. സംഘർഷ അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യാമെന്ന് അവിടെ ഞങ്ങളെല്ലാവരും പോകും. വരാനുള്ള കാരണം എന്താണ്? ഞങ്ങൾ മാനായിട്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് മക്കളുണ്ട്. സാറ് മാനായിട്ട് സമരം ചെയ്യാൻ പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങളത് പോയി സംസാരിക്കും. അല്ല അത് പറ്റില്ല. എല്ലാവരും പ്രശ്നം ഉണ്ടാക്കാൻ വന്നല്ലോ. മാന്യമായിട്ട് സംസാരിക്കാൻ വന്നു. അജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. അജിത്ത്, എന്താണ് ഇവർ ഉന്നയിക്കുന്നത്? DD ഓഫീസിൽ കയറി സംസാരിക്കണം, ഉദ്യോഗസ്ഥരോട് സംസാരിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോഴും സംഘർഷ സാഹചര്യം അവിടെ തുടരുകയാണ്. പോലീസ് ഇടപെടുന്നുണ്ടോ? വിശദാംശങ്ങൾ. പ്രതിഷേധം ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതായത് ഈ സർക്കാർ ഓഫീസാണ്, അകത്തേക്ക് കയറ്റി വിടണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ KSU പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കം ഉണ്ടാകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളായി കാലങ്ങളായി ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ പ്രത്യേകമായ സാഹചര്യം മലബാറിലെ +1 പ്രവേശനത്തിൽ സീറ്റുകൾ കുറവാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതായത് 35% വിദ്യാർത്ഥികൾ മെറിറ്റ് സീറ്റുകളിൽ അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുകയാണ് മലബാറിൽ എന്നുള്ളതാണ് KSU പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ താൽക്കാലികമായ, അതായത് ആനുപാതികമായ വർധനവോ അല്ലെങ്കിൽ താൽക്കാലിക ബാച്ചുകളോ അല്ല വേണ്ടത്. പ്രശ്നം പരിഹരിക്കാനുള്ള അടിയന്തരമായ ഇടപെടലാണ് വേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രത്യേകിച്ചും +1 പ്രവേശനം നൽകി ക്ലാസുകൾ അടക്കം ആരംഭിച്ച ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നത് ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ KSU പ്രതിഷേധം നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ +1, അതുപോലെ തന്നെ VHSC, ITI, പോളിടെക്നിക് തുടങ്ങിയ മുഴുവൻ ഉപരിപഠന സാധ്യതകൾ പരിഗണിച്ചാലും വിദ്യാർത്ഥികൾ ധാരാളമായി പുറത്തു നിൽക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. അത് പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടുന്നില്ല. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ മുൻ വർഷങ്ങളിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഈ പ്രശ്നത്തെ ദീർഘവീക്ഷണത്തോടെ കണ്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടായില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് KSU പറയുന്നത്. ഏതാണെങ്കിലും ശക്തമായ പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. അകത്തേക്ക് കടത്തിവിടണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമാണ് പോലീസുമായി അവർ പറയുന്നത്. അത്തരത്തിൽ പ്രതിഷേധം തുടരുകയാണ്. അകത്തേക്ക് കടത്തിവിടണമെന്ന് ആവശ്യപ്പെടുന്നു. പോലീസ് അക്കാര്യത്തിൽ ചർച്ച നടത്തുകയാണ്. ഇത്തരത്തിൽ എല്ലാവരെയും കടത്തിവിടണമെന്നാണ് KSU പ്രവർത്തകർ പറയുന്നത്. പക്ഷെ അത് അനുവദിക്കാൻ കഴിയില്ലെന്ന് പോലീസ് പറയുന്നു. ഇത്തരത്തിൽ നേതാക്കളെ കടത്തിവിടാമെന്ന് പറയുന്നു. പക്ഷെ ആ കാര്യത്തിൽ ഇതുവരെ KSU നേതാക്കൾ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ അത്തരത്തിൽ അതുകൊണ്ട് തന്നെ പോലീസുമായി തർക്കം നടക്കുകയാണ്. നമുക്ക് അതിന് മുദ്രാവാക്യം വിളിക്കില്ല. പ്രവർത്തകർ അകത്തേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിന്റെ മുമ്പിലെത്തി ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രവർത്തകർ അവിടെ എത്തി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണുള്ളത്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കാര്യത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലബാറിലെ സീറ്റുകൾ കുറവുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധം ുന്നത്. അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ പാലക്കാടും ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മലബാറിലെ വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ അപേക്ഷ ലഭിച്ചാൽ പോലും, പ്രവേശനം ലഭിച്ചാൽ പോലും ഇനിയും ധാരാളം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ +1 പ്രവേശനത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് KSU ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഇപ്പോൾ അവരുമായി സംസാരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്.
ഏതാണെങ്കിലും പോലീസ് ആ കാര്യമായി സംസാരിച്ച് വിദ്യാർത്ഥികളും ചർച്ചയ്ക്ക് അകത്തേക്ക് കടത്തിവിടാനുള്ള സമീപനം അടക്കമാണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. ഏതാണെങ്കിലും ഈ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്.